നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ പൂർണ്ണമായും അഴിഞ്ഞിരിക്കുന്നു എന്നത് ഒരു വിശ്വാസം മാത്രമാണ്. അങ്ങനെയൊന്നുമില്ല. തല്ലിക്കൊന്ന് കുഴിച്ചിട്ടിട്ട് സമാധി എന്ന് അവകാശപ്പെട്ടു എന്ന തരത്തിലുള്ള ആരോപണം മാത്രമാണ് വ്യാജമെന്ന് തെളിഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മൃതദേഹത്തിന്റെ വിശദാംശങ്ങൾ പുറത്തേക്ക് വന്നപ്പോൾ ഒരു മനുഷ്യനെ ഇരിക്കാവുന്നത്ര ഇടം മാത്രമാണ് ആ സമാധിയിൽ ഉണ്ടായിരുന്നത്. തലയിൽ മുട്ടാതെയായിരുന്നു മുകളിലെ ശില സ്ഥാപിച്ചിരുന്നത്. ചമ്രം പടിഞ്ഞായിരുന്നു ഇരുന്നത്. ഈ സമാധി മണ്ഡപത്തിൽ നിറയെ സുഗന്ധദ്രവ്യങ്ങൾ, കർപ്പൂരം, ഭസ്മമൊക്കെ നിറച്ചിരുന്നു. കഴുത്തറ്റം വരെ ഭസ്മം നിറച്ചിരുന്നു. അതുകൊണ്ടാവാം ഒരുപക്ഷെ മൃതദേഹം അഴുകാതിരുന്നത്. മാത്രമല്ല അതൊരു മണ്ണിന്റെ അംശവും ജലാംശവും ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ സുരക്ഷിതമായി മരണം സംഭവിച്ചപ്പോൾ തന്നെ, മരിക്കുന്നതിന് മുൻപ് എന്തുമാവട്ടെ, വളരെ സുരക്ഷിതമായി തന്നെ അവിടെ സമാധിയിരുത്തുകയായിരുന്നു. അതുകൊണ്ട് മൃതദേഹം കാര്യമായി അഴുകിയില്ല. പക്ഷേ മൃതദേഹം അഴുകിയേയില്ല, അത്ഭുതം എന്ന തരത്തിലൊക്കെ വാർത്ത വരുന്നത് തെറ്റാണ്. മൃതദേഹം ചീർത്തിരുന്നു, ചിലയിടങ്ങളിൽ അഴുകി തുടങ്ങിയിരുന്നു, ദുർഗന്ധമുണ്ടായിരുന്നു. എന്നാൽ ഒരാഴ്ച മണ്ണിൽ കുഴിച്ചിടുന്ന ഒരു മൃതദേഹത്തിന് ഉണ്ടാവുന്ന തരത്തിലുള്ള പരിക്കുകളോ അല്ലെങ്കിൽ അഴുകലോ ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ടാണ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പിന്നീട് അത് പോസ്റ്റ്മോർട്ടം ചെയ്തത്. എന്നാൽ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. തലയുടെ ഭാഗത്ത് ഒരു കരിവാളിപ്പ് ഉണ്ടായിരുന്നു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ കരിവാളിപ്പ് എങ്ങനെ സംഭവിച്ചു എന്നത് പരിശോധിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ കരിവാളിപ്പിന്റെ കാരണം അന്വേഷിക്കണം. അത് ഏതെങ്കിലും ക്ഷതമേറ്റത് കൊണ്ടാണോ എന്ന് അന്വേഷിക്കരുത്. മാത്രമല്ല ഭസ്മം ശ്വാസകോശത്തിൽ കലർന്നിരുന്നു എന്ന് പറയുന്നു. അത് മരണത്തിന് മുമ്പാണ് ഈ ഭസ്മവും മറ്റും വാരി തേച്ചപ്പോൾ അത് ശ്വാസകോശത്തിലേക്ക് പോയതാണോ, അത് മരണത്തിന് മുമ്പാണോ മരണത്തിന് ശേഷമാണോ സംഭവിച്ചത് തുടങ്ങിയവയൊക്കെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്.